ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് കൂനിപ്പോയ ഒരു സ്ത്രീയുടെ കഥ സുവിശേഷം വിവരിക്കുക. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്കാ സുവിശേഷം 13, 11, 12 വചനങ്ങളാണ് വായിച്ചു കേട്ടത്. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു അവളെ സൗഖ്യപ്പെടുത്തുന്നത് വളരെ മെച്ചപ്പെട്ട ഒരനുഭവത്തിലാണ്. ആരുടെയെങ്കിലും ശുപാർശയോ സൗഖ്യപ്പെടുത്തണമെന്ന് ആരുടെയെങ്കിലും നിലവിളിയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അവളെ കണ്ട മാത്രയിൽ യേശു ക്രിസ്തു അവളെ അടുത്തേക്ക് വിളിച്ച് സൗഖ്യം കൊടുക്കുകയാണ്. ഉറപ്പാണ്, അതിൽ നിന്നൊരു ബോധ്യമുണ്ട്, നിർണായകമായൊരവസ്ഥയിലൂടെ ആ പെങ്കൊച്ചു പോകുന്നതെന്ന് ക്രിസ്തു കണ്ടിട്ടുണ്ടാവണം. മനസ്സലിയുകയാണ്, സ്വർഗം അവളെ ചേർത്ത് പിടിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വചനം ഇങ്ങനെ കൂനിപ്പോയ ഒരുവളെക്കുറിച്ച് നമ്മളോട് പറയുമ്പം എന്താണ് സൂചന നൽകുന്നത്? അവളുടെ കാഴ്ചകളെല്ലാം താഴെയുള്ള കാര്യങ്ങളാണ്, ഭൗമികമായ കാര്യങ്ങളാണ്. ഉന്നതങ്ങളിലേക്ക് നോക്കാൻ കെൽപ്പില്ലാത്തൊരു പെണ്ണിനെ അവളുടെ നയനങ്ങളെയും അവളുടെ ജീവിതങ്ങളെയും സ്വർഗത്തിങ്കിലേക്ക് മിഴികൾ ഉയർത്താൻ കെൽപ്പുള്ളവളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വചനധ്യാനം. സ്നേഹമുള്ളവരെ, നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ളവളാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിങ്കിലേക്ക് മിഴികൾ ഉയർത്താൻ, ഇരുണ്ട അനുഭവങ്ങളിൽ നിന്ന് കാർമേഘം വേണ്ട ജീവിതത്തിൽ നിന്ന് മഴവിൽ അനുഭവങ്ങളിലേക്ക്, കിരണങ്ങളിലേക്ക്, സ്വർഗീയ കിരണങ്ങളിലേക്ക് മിഴികൾ ഉയർത്താൻ കർത്താവ് അവളെ ശക്തിപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള ദൈവപൈതലെ, നീയും ഇതുപോലെ കൂനിപ്പോയ അനുഭവത്തിലാണ് ജീവിക്കുന്നെങ്കിൽ നിൻ്റെ മിഴികൾ ഉയർത്താൻ സ്വർഗം ഇന്ന് കൈപിടിച്ച് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. നിൻ്റെ ജീവിത കാർമേഘങ്ങളെ മാറ്റി ഈ മഴവില്ല അനുഭവങ്ങൾ സ്വന്തമാക്കാൻ സ്വർഗം കൃപകൾ പെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.